വെൽക്കം ടു മലയാളി കിച്ചൺ വേൾഡ്. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് പച്ചമീനെ എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണക്കമീനാക്കി മാറ്റാമെന്നാണ്. ഇന്ന് ഞാനിവിടെ എടുത്തേക്കുന്നത് ഉണക്കാനായിട്ട് പച്ച ചാളയാണ്. ഇതുപോലെ നമുക്ക് അയില, മാന്തള് അങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് ഇതുപോലെ ഉണക്കമീനാക്കി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിലുണ്ടാക്കുന്ന ഉണക്കമീനാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാണ്ടും സേഫും ഹൈജീനൊക്കെ ഒക്കെ. അപ്പം നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ഉണക്കമീനാക്കി മാറ്റണമെന്ന് നോക്കാം. നമുക്ക് ഈ ചാള അങ്ങനെ എടുത്തിട്ട് ഈ ചതമ്പൽ ഇപ്പോൾ തന്നെ കളയാൻ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട് ഉണക്കിയതിന് ശേഷം ചതമ്പൽ ചിലപ്പോൾ പോവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചെകിളകൾ കളയണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം എടുത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഈ ചെകിളകൾക്കുള്ളിലാണ് പുഴുക്കൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചെകിളകൾ കളയണം. പിന്നെ അതുപോലെ ഈ കുടൽ ഇങ്ങനായിട്ട് ഈ കുടൽ കളയണം. അപ്പം നമുക്ക് ഇതേപോലെ ഓരോ ചാളി ഇതുപോലെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി എല്ലാതും ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് കഴുകി വെക്കണം. ഇനി നമുക്ക് ഉണക്കാനായിട്ട് കല്ലുപ്പാണ് ആവശ്യം. അത് നമുക്ക് ഇതുപോലെ മൺചട്ടി അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകളോ സ്റ്റീലിൻ്റെ ചട്ടികളോ എന്തായാലും ആയാലും മതി. അതിലേക്ക് നമ്മൾ ആദ്യം ഒരു വാരൽ ഉപ്പ് അങ്ങനെ പരത്തിയിടണം. എന്നിട്ട് നമ്മൾ ഇതിലേക്കൊക്കെ ഇങ്ങനെ ഉപ്പുകൾ നിറച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് വെക്കണം. ഇപ്പം ഇതിൽ ഒരു ലെയറായിട്ട് ഓരോന്ന് അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഒരു വാരലും കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഇനി അടുത്തത് അതിൻ്റെ മുകളിൽ ഒരു വരിയും കൂടി ആയിട്ട് വയ്ക്കാം. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും വയ്ക്കാം. ഓരോ ലെയറിനും നമ്മൾ ഇങ്ങനെ ഉപ്പും കല്ല് ഇങ്ങനെ വെച്ച് കൊടുക്കണം, പാകി കൊടുക്കണം. ഇപ്പോൾ 2 ലെയർ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മീതെ കുറച്ചും കൂടി ഉപ്പ് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പ് ചാള ഇതുപോലെ ഉണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഇനി പൂച്ചയും തട്ടാതിരിക്കാൻ നമുക്ക് നല്ല പ്ലാസ്റ്റിക് ചാക്കിലോ അല്ലെങ്കിൽ വല്ല വട്ടായ കൊണ്ട് നമുക്ക് മൂടി വെച്ചിട്ട് പൂച്ച എടുത്തു കൊണ്ടുപോകേണ്ട തരത്തിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഇനി നാളെ ഒരു ദിവസം അങ്ങനെ ഇരുന്ന് നാളെ രാവിലെ നമ്മൾ ഇതിന്ന് എടുത്തിട്ട് കറി വെക്കണമെങ്കിൽ കറി വയ്ക്കുക, വറക്കണമെങ്കിൽ കഴുകിയിട്ട് കറിയും വയ്ക്കുക, വറക്കും ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഉണക്കാം, 2 ദിവസം ഉണക്കാം. ഉണക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വീണ്ടും ഉപ്പിൽ കൊടുന്ന് വെക്കേണ്ട ആവശ്യമില്ല. ഉണക്കിയതിന് ശേഷം നമുക്ക് പ്ലാസ്റ്റിക് കവറിലായിട്ട് വല്ല ഡബ്ബകളിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നാൾ സൂക്ഷിച്ചും വെക്കാം. എത്ര ചാള വേണമെങ്കിലും അയില പിന്നെ മാന്തളും ഇതുപോലെ ഉണ്ടാക്കാം. അയിലയ്ക്ക് ഇതുപോലെ ഉപ്പിൽ ഒരു 1, 2, 3 ദിവസം കിടക്കണം. അത് അയില കനമുള്ളതായ കാരണം കുറച്ച് കൂടുതൽ ഉപ്പ് പിടിക്കും. ചാളയും മാന്തളൊക്കെ നമുക്ക് ഒരു ദിവസം ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചാൽ മതിയാവും. ഇതുപോലെ നിങ്ങൾ ചാള, അയില, മാന്തളൊക്കെ കിട്ടിയതുപോലെ ഉണക്കമീനാക്കി മാറ്റി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം.